എടി പ്രണയം എന്നൊക്കെ പറയുമ്പം ഇച്ചിരി റിസ്ക് എടുക്കണം, എന്നാലേ ആ പ്രണയത്തിനൊരു ഇതുള്ളൂ. നീ നോക്കിയോ, എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇന്ന് രാത്രി 12 മണിക്ക് നിനക്ക് ആദ്യത്തെ ന്യൂ ഇയർ വിഷസ് എൻ്റെ ആയിരിക്കും. അവളുണ്ടാവും, ഉറക്കമായിരിക്കും. നീ എൻ്റെ വിജയലക്ഷ്മി അല്ലേടി. 40 പാക്കറ്റ് കോൺക്രീറ്റ് വേണ്ടി വരും, നമ്മുടെ സൺഷെയ്ഡിൻ്റെ അല്ലേ. നിങ്ങൾ സാധനം അവർക്ക് സൈറ്റിൽ 1-ാം തീയതി തൊട്ടും പണി തുടങ്ങാം. നമ്മളതിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ശരി എന്നാ, അപ്പം എന്നാൽ കാണാം. ശരി ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ. നീ ഉള്ളപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ എന്തോ അല്ല, വെള്ളവടി സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇറക്കിയ. ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ പ്രായമുണ്ട് സത്യം. മക്കളൊക്കെ വിദേശത്ത് ആരും നോക്കാനും കാണാനൊന്നുമില്ല. ഞാൻ ഭയങ്കര സ്നേഹമാണ്. കാരണം നിനക്കറിയാമോ, പണി കഴിഞ്ഞിട്ട് ഇന്നും 5 മണിക്ക് ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ശരിക്കും ശരിക്കും പാവമാണ്. അത് വിടും. ന്യൂ ഇയർ ആയിട്ട് എന്തോ ഉദ്ദേശം? ഈ വർഷം കൊണ്ട് വെള്ളമടി നിർത്തി. ഈ വർഷം കൊണ്ട് ഇത് തന്നെയല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞത്? കഴിഞ്ഞ വർഷം ഇതല്ല പറഞ്ഞത്, വെള്ളമടി നിർത്തി ഈ വർഷം എന്നാണ്. ഇപ്രാവശ്യം പറഞ്ഞത് ഈ വർഷം കൊണ്ട് വെള്ളമടി നിർത്തി എന്നാ. മാറ്റമുണ്ട്. മാറ്റമുണ്ട്. അപ്പൊ അടുത്ത വർഷം എന്താ പറയും? നിർത്തി വെള്ളമടി ഈ വർഷം എന്ന് പറയും. നിർത്തി ആദ്യം പോവും, ലാസ്റ്റ് കിടന്ന് നിർത്തിയ. അതെ, ആണുങ്ങളായ ശരിയാ, ഇച്ചിരി വെള്ളമൊക്കെ അടിക്കും. ആഘോഷമാകുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ട. അതാണ് എൻ്റെ മോള്. പക്ഷേ അനാവശ്യമായിട്ട് ഫോണിൽ വിളിച്ച് പെണ്ണുങ്ങളോടുള്ള സംസാരം, പഞ്ചാരയടി, അത് ഞാൻ സമ്മതിക്കത്തില്ല. അത് നിർത്തണം. ആര് പഞ്ചാര അടിച്ച്? അയ്യാ, കഴിഞ്ഞ വർഷം എത്ര ഞാൻ ബുക്ക് ചെയ്ത്? എടി അതൊക്കെ ഒരു നമ്മൾ പണി സൈറ്റിലും അറിയാവുന്ന ഒരു ചെറിയൊരു സൗഹൃദമല്ലേ. സൗഹൃദം ഞാൻ 2-3 വെച്ച് പുലർത്തട്ടെ. ഈ സൗഹൃദം കൊല്ലം ഞാൻ പറഞ്ഞിട്ടില്ല. അതാ നന്ദില്ലയോ, വേദനിച്ചില്ലയോ, വിഷമം വന്നില്ലയോ? അതുപോലെയുള്ള എനിക്ക് സത്യമായിട്ടും പറയണം, ഈ വർഷം മുതൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല. പഞ്ചാരയടി നിർത്തണം. നിർത്തി. ഈ വർഷം തൊട്ട് ഇനി ഒരാളെയും പഞ്ചാര അടിക്കത്തില്ല. ഇതിൽ പഞ്ചാര ഇട്ടിട്ടില്ല. ഇനി ഇതിൽ പോലും നിങ്ങൾക്ക് പഞ്ചാര ഇല്ല. അയ്യോ, ഹലോ, എന്തിനാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ വിളിക്കല്ലെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലേ? ഇതിപ്പോൾ അവളങ്ങനെ വന്ന് എടുത്തിരുന്നെങ്കിൽ തീർന്നേനെ ജീവിതം. ഒരു മിനിറ്റ്, ഞാൻ ബാത്റൂമിൽ കയറട്ടെ. ഹോൾഡ് ചെയ്യ്. പറഞ്ഞോളെ, ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യരുത് കേട്ടാ. എന്തിനാ വിളിച്ചത്? ഷർട്ടിൻ്റെ സൈസോ? ഷർട്ട് 40. ഷർട്ടൊന്നും വേണ്ടായിരുന്നു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കും. പിന്നെ രാത്രി അങ്ങോട്ട് വിളിച്ചോളാം. എന്നാൽ അഡ്വാൻസ് ആയിട്ട് എൻ്റെ വിജയലക്ഷ്മിക്ക്, എൻ്റെ പൊന്നിന് 2026 നല്ല വർഷമാവട്ടെ, നന്മകളുണ്ടാവട്ടെ, ഒത്തിരി സന്തോഷങ്ങളുണ്ടാവട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ചക്കരുമ്മ. ബാക്കി രാത്രി. ശരി, വയ്ക്കട്ടെ. ഓക്കെ. വിജയമേശ്വരി. അത് ഞാൻ കേട്ടായിരുന്നു. ഓണം എൻ്റെ ചെവിയിലുണ്ടല്ലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. 2026 ഞാനൊഴിച്ച് ഈ ലോകത്തിലുള്ള സകലമാന ആൾക്കാർക്കും നല്ലതേ വരും. എൻ്റെ കാര്യം ഇനി വിട്ട് പോയി. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു വർഷമാവട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ.